ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ +2 പബ്ലിക് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് അതിനകത്ത് നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π/2 sin⁻³ x ഡിവൈഡ് ബൈ sin⁻³ x പ്ലസ് cos⁻³ x dx. ആദ്യം നമ്മൾ പതിവ് പോലെ ഈ ഇൻ്റഗ്രലിനെ i = എന്ന് പറഞ്ഞെടുക്കുക. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരുന്ന പ്രോപ്പർട്ടി ഇതാണ്. അതും കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം. 0 to a f of x dx, ഇൻ്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു, ഇങ്ങനെ ഇതിനെ എഴുതാൻ പറ്റും, 0 to a തന്നെയാണ് f of a minus x dx എന്ന് എഴുതാം. അവിടെ x വരുന്ന ഭാഗത്ത് ഏത് കൊടുക്കണം? a minus x, ഈ ലിമിറ്റ് മൈനസ് x എന്ന് കൊടുക്കണം. അപ്പം അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്ത് എഴുതിയാൽ i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2, ഇവിടെ എവിടെയൊക്കെ x വരുന്നോ അവിടെയെല്ലാം π/2 മൈനസ് x കൊടുക്കണം. a മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ a π/2 ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ sin⁻³ π/2 മൈനസ് എക്സ്, എക്സ് വരുന്ന ഭാഗത്ത് π/2 മൈനസ് എക്സ്. ഇതുപോലെ ഡിനോമിനേറ്ററിൽ എഴുതാം. sin⁻³ π/2 മൈനസ് എക്സ് പ്ലസ് cos⁻³ π/2 മൈനസ് എക്സ് ഇൻറ്റു dx. ഓക്കെ, ഇനി ഇതിനകത്ത് അപ്ലൈ ചെയ്യാവുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്, കോംപ്ലിമെൻ്ററി ആംഗിൾസിലെ റിസൾട്ട്. sin π/2 മൈനസ് എക്സ് എന്താണ്? cos x ആണ് അല്ലേ? അത് കണക്ക് cos π/2 മൈനസ് എക്സ് എന്ത് വരും? sin x എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും ഇവിടെ അപ്ലൈ ചെയ്യാം. sin π/2 മൈനസ് എക്സിന് പകരം cos x. അപ്പോൾ ന്യൂമറേറ്റർ എന്ത് എഴുതും? 0 to π/2 എന്ന് എഴുതിയിട്ട് സൈൻ മാറിയിട്ട് cos x എന്ന് വരും. അല്ല, cos x അല്ല, cos⁻³ x. അവിടെ ആ ⁻² എന്താണോ വരുന്നത് അത് കൊടുക്കണം കേട്ടോ. ഡിനോമിനേറ്ററിൽ അത് കണക്ക് തന്നെയാണ്, സൈൻ മാറിയിട്ട് അതും cos വരും. അപ്പോൾ cos⁻³ x പ്ലസ് ഇവിടെയും sin⁻³ x dx. ഈ ഇൻ്റഗ്രലും ആദ്യം നമ്മൾ എടുത്ത ഇൻ്റഗ്രലും നോക്കിയാൽ അറിയാം. ഇക്വേഷൻ 1 എന്ന് മറ്റേത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക ഇതിനെ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസിലും ഡിനോമിനേറ്റർ കണ്ടോ, sin⁻³ x പ്ലസ് cos⁻³ x സെയിം അല്ലേ ഇത്? അപ്പോൾ ഇതുപോലെ വരും. നമ്മൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ വരും. ഇതിൻ്റെ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതിയാൽ മതി. അതായത് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെയാണ് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഐയും കൂടെ ആഡ് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2i എന്ന് എഴുതും. ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2, അത് അതുപോലെ തന്നെ എഴുതിയതിന് ശേഷം ഇതിനുള്ളിൽ വരുന്ന ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ എഴുതും അല്ലേ? sin⁻³ x പ്ലസ് cos⁻³ x, അതാണ് ഡിനോമിനേറ്റർ, രണ്ടിൻ്റെ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. sin⁻³ x പ്ലസ് cos⁻³ x എന്ന് വരും ഇൻറ്റു dx. ഇവിടെ ഈ ന്യൂമറേറ്റർ മുഴുവൻ ഡിനോമിനേറ്റർ മുഴുവൻ സെയിം അല്ലേ? കട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 1 dx എന്ന് കിട്ടും. ഇതെല്ലാം കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ 1 ആണ്. ഇവിടെ ഈ ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുന്നത്. അപ്പോൾ 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുന്നത് x ആണ്. അതിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം അല്ലേ? അപ്പോൾ ഈക്വൽ ടു ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ π/2 മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. അങ്ങനെ 2i ഈക്വൽ ടു π/2 എന്നും കിട്ടുന്നു. അതിൽ നിന്ന് i ഈക്വൽ ടു എന്ത് കിട്ടും? π/4 എന്നും കിട്ടും. ഈ π/4 ആണ് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതിൽ ⁻³ അത് വന്നതിന് പകരം ⁻5 ⁻6 7 എന്ത് വന്നാലും സെയിം തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് ടേംസ് വരുന്നത്. അപ്പോൾ അവിടെയും ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? ഡിനോമിനേറ്ററുകൾ സെയിം ആയിരിക്കും, ⁻5 4 എന്ത് വന്നാലും. അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ആയിട്ട് കിട്ടും. അങ്ങനെ ഇതേ ആൻസർ തന്നെ അവിടെയും കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ 0 to π/2 sin⁻² ഡിവൈഡഡ് ബൈ sin⁻² പ്ലസ് cos⁻² dx. ഇത് ചെയ്യുന്നതിനായാലും ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ രീതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π/2 √sin x ഡിവൈഡ് ബൈ √sin x പ്ലസ് √cos x dx. ഇതും നമ്മൾ പതിവ് പോലെ i ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ് ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ഈ പ്രോപ്പർട്ടി. 0 to a f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a f of a മൈനസ് എക്സ് dx. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ π/2 ആണ് എക്ക് പകരമുള്ളത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 തന്നെ എഴുതിയതിന് ശേഷം റൂട്ടിനകത്ത് സൈൻ എക്സ് വരുന്ന ഭാഗത്ത് എന്ത് കൊടുക്കണം? π/2 മൈനസ് എക്സ് കൊടുക്കണം. ഡിനോമിനേറ്ററിലും അത് തന്നെയാണ്, sin π/2 മൈനസ് എക്സ്, അതും റൂട്ടിനകത്ത് തന്നെ, പ്ലസ് ഇവിടെയും cos
π/2 മൈനസ് എക്സ്, അതും റൂട്ടിനകത്ത് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇത് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതാണ്. ഇതിലും നേരത്തെ പറഞ്ഞ ആ റിസൾട്ട് ഏതാണ്? സൈൻ π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സും കോസ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സും, അത് രണ്ടും ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് കോസ് എക്സ് എന്ന് കിട്ടും. സൈൻ π/2 മൈനസ് എക്സിന് പകരം കോസ് എക്സ് ആണ്. ഡിനോമിനേറ്ററിൽ അതേ കണക്ക് എഴുതിയാൽ റൂട്ട് കോസ് എക്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്, പ്ലസ് റൂട്ട് കോസ് π/2 മൈനസ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് വരും ഇൻറ്റു ഡി എക്സ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുത്തു. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററുകൾ സെയിം ആണ് കേട്ടോ. റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്, റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് അത് തന്നെയാണ്. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതിയാൽ മതി. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ ഇംപ്ലൈസ് 2i എന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരും. ഇൻ്റഗ്രൽ 0 to π/2. റൈറ്റ് ഹാൻഡ് സൈഡിൽ പിന്നെ എഴുതേണ്ടത് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതണം. റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് അതുപോലെ തന്നെ എഴുതും. എന്നിട്ട് ഈ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്ത് ന്യൂമറേറ്ററായിട്ട് എഴുതാം. അപ്പോൾ റൂട്ട് സൈൻ എക്സ് ആണ് ആദ്യത്തത്, പ്ലസ് റൂട്ട് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇൻ്റഗ്രൽസും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി ഇത് ന്യൂമറേറ്റർ ഫുള്ളായിട്ടും ഡിനോമിനേറ്റർ ഫുള്ളായിട്ടും ക്യാൻസൽ ചെയ്ത് പോകും, കാരണം സെയിം ടൈംസ് ആണ്, ഇൻറ്റു ഡി എക്സ്. ഇനി അവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 1 dx ആണ് ഇനിയുള്ളത്. ആ 1 dx, ആ 1ൻ്റെ ഇൻ്റഗ്രൽ എല്ലാവർക്കും അറിയാമല്ലോ. 2i ഈക്വൽ ടു എക്സ് എന്നാണ് അല്ലേ. 0 to π/2 എന്നുള്ള ലിമിറ്റും കൊടുക്കണം. അപ്പോൾ 2i ഈക്വൽ ടു നേരത്തെ ചെയ്ത് അതുപോലെ വരും. π/2 മൈനസ് എക്സ് ആണ്. എക്സിന് പകരം π/2 കൊടുത്തു, മൈനസ് അടുത്ത ലോവർ ലിമിറ്റ് കൊടുത്തു. അങ്ങനെ 2i ഈക്വൽ ടു π/2 എന്നും കിട്ടി. സോ i ഈക്വൽ ടു എത്ര കിട്ടും? π/4 എന്ന് കിട്ടും. സെയിം ആൻസർ തന്നെയാണ്. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, റൈസ് ടു പവറിൽ വേറെ ഏത് നമ്പർ വേണമെന്നെങ്കിലും വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to a റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ഡി എക്സ്. ഇതും സെയിം പ്രോപ്പർട്ടി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം ഈ ഇൻ്റഗ്രലിനെ i ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കണം. ഇവിടെ π/2 അല്ല, a തന്നെയാണ് അതിൻ്റെ അപ്പർ ലിമിറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇത് അതുപോലെ എടുത്ത് എഴുതിയതിന് ശേഷം അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് കൊടുക്കാം, ഇക്വേഷൻ 1. ഇനി നെക്സ്റ്റ് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. പ്രോപ്പർട്ടി ഇനി ഞാനിവിടെ എഴുതണ്ടല്ലോ. 0 to a എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 to a തന്നെയാണ് എഫ് ഓഫ് എ മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ അത് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വരുന്ന ഭാഗങ്ങളിലെല്ലാം എ മൈനസ് എക്സ് കൊടുക്കണം. ഇവിടെയും ഇവിടെയും ഇവിടെയും. അപ്പോൾ റൂട്ടിനകത്ത് ഇവിടെ എ മൈനസ് എക്സ് വരും ന്യൂമറേറ്റർ, അത് കഴിഞ്ഞു. ഇവിടെയും റൂട്ട് എ മൈനസ് എക്സ് എന്ന് വരും. പ്ലസ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ടിനുള്ളിലെ എ മൈനസ് എന്ന് എഴുതിയിട്ട് എക്സിന് പകരമാണ് എ മൈനസ് എക്സ് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ബ്രാക്കറ്റ് കൊടുക്കണം, കാരണം ഇവിടെ ഇടയ്ക്കൊരു നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അത് വീണ്ടും ഒരു സ്റ്റെപ്പ് എഴുതുന്നില്ല. നെഗറ്റീവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് മൈനസ് എ, മനസ്സിലായല്ലോ. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഈ നെഗറ്റീവ് ഇതിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് എ വരും, ഇത് പ്ലസ് ആവും. അപ്പോൾ അങ്ങനെ ഞാൻ ആക്കി എഴുതുകയാണ്. ഇവിടെ എ പ്ലസ് എക്സ് എന്ന് വരും. അപ്പോൾ ഈ എയും മൈനസ് എയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നിലവിൽ ഡിനോമിനേറ്ററിൽ എന്തൊക്കെ വരും? ആദ്യം ന്യൂമറേറ്റർ എഴുതാം. ഇൻ്റഗ്രൽ 0 to a റൂട്ട് എ മൈനസ് എക്സ് തന്നെയാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ ആണെങ്കിൽ റൂട്ട് എ മൈനസ് എക്സ് ഫസ്റ്റ് ടൈം, പ്ലസ് ഇതിൽ എ മൈനസ് എ ക്യാൻസൽ ചെയ്തിട്ട് റൂട്ട് എക്സ് എന്ന് കിട്ടും. അതെങ്ങനെ ക്യാൻസൽ ചെയ്തു എന്നുള്ളത് നേരത്തെ മനസ്സിലായല്ലോ. യെസ്. ഇപ്പോൾ ഈ ഇൻ്റഗ്രൽ നോക്കിയാൽ ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഈ സെക്കൻഡ് ഇക്വേഷൻ നോക്കിയാൽ ഇതേപോലെ തന്നെയല്ലേ ന്യൂമറേറ്റർ അല്ല ഡിനോമിനേറ്റർ ഫസ്റ്റ് ഇക്വേഷനിലുള്ളത്. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ്, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ്. നേരത്തെ പോലെ തന്നെ ചെയ്യണം. ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയാൽ മതി. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2i അല്ലേ. ഇൻ്റഗ്രൽ 0 to a ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എഴുതണമെന്ന് പറഞ്ഞു. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ്, ഇതും തമ്മിൽ ആഡ് ചെയ്തു. ഡിനോമിനേറ്റർ സെയിം അതുപോലെ എഴുതണം. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. കഴിഞ്ഞു. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെയും പതിവ് പോലെ ഇൻ്റഗ്രൽ 0 to a 1 dx എന്ന് കിട്ടി. പക്ഷെ നേരത്തെ അതേ ആൻസർ അല്ല ഇവിടെ കിട്ടുന്നത് കേട്ടോ, കാരണം എ ആണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ്. അപ്പോൾ 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 dx എക്സ് തന്നെയാണ്. അവിടെ 0 to a എന്നുള്ള ലിമിറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അപ്പർ ലിമിറ്റ് എ ആണ്. അതായത് 2i ഈക്വൽ ടു എ ആണ് എക്സിന് പകരം കൊടുക്കേണ്ടത്, മൈനസ് എക്സിന് പകരം 0. അങ്ങനെ 2i ഈക്വൽ ടു എ എന്നും സോ i ഈക്വൽ ടു a/2 എന്നും കിട്ടും. ഇതാണ് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ ഈ ചെയ്തതെല്ലാം സെയിം പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു ഡി എക്സ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എക്സ് റൈസ് ടു എൻ ഇൻറ്റു 1 മൈനസ് എക്സ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എക്സ് റൈസ് ടു എൻ ഇതിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി.
ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഒന്നും യൂസ് ചെയ്യണ്ട, അല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. 0 to 1 എക്സ് റൈസ് ടു എൻ മൈനസ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 എന്ന് കിട്ടും. എക്സ് റൈസ് ടു എന്നും എക്സ് റൈസ് ടു 1 കൂടെ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെയല്ല കിടക്കുന്നത്. 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ ആണ്. നമ്മളിത് ചെയ്ത് വരുമ്പോൾ അങ്ങനെ ആവും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സാധാരണ എഴുതാറുള്ളത് പോലെ സൊല്യൂഷൻ എന്ന് എഴുതി I ഈക്വൽ ടു തന്നിട്ടുള്ള ഇൻ്റഗ്രൽ അതുപോലെ എഴുതണം. 0 to 1 എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇതിന് ഇക്വേഷൻ നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിനകത്ത് നേരത്തെ ചെയ്തതുപോലെ അല്ല വരുന്നത്. അതുകൊണ്ട് ഇക്വേഷൻ 1 എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ I ഈക്വൽ ടു ഇതിനകത്തും യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി സെയിം ആണ് കേട്ടോ. ഏതാണ്? ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ്. സെയിം പ്രോപ്പർട്ടി തന്നെയാണ്. കാരണം ഈ എക്സിന് പകരം എ മൈനസ് എക്സ്, ഇവിടുത്തെ എ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 മൈനസ് എക്സ് എന്ന് വരും. ഈ ബ്രാക്കറ്റിനുള്ളിൽ 1 മൈനസ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എക്സിന് പകരം 1 മൈനസ് എക്സ്, അപ്പോൾ ഒരു ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് എക്സ് എന്ന് എഴുതിയിട്ട് റൈസ് ടു എൻ ഡി എക്സ്. ഈ പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്തത്. ഇവിടെ അത് കണക്ക് ഈ നെഗറ്റീവ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 മൈനസ് എക്സ് ഇൻറ്റു 1 മൈനസ് 1 പ്ലസ് എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് മൈനസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് റൈസ് ടു എൻ ഇൻറ്റു ഡി എക്സ്. ഇവിടെ 1ഉം -1ഉം ക്യാൻസൽ ചെയ്ത് പോകുന്നു. അങ്ങനെ 0 to 1 മൈനസ് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് മാത്രം കിട്ടും. എക്സ് റൈസ് ടു എൻ. ഇത് വേറെ ബാക്കിയെല്ലാം 0 ആയി പോയല്ലോ. 1 -1 0 ആയി പോയല്ലോ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടി. ഈ എക്സ് റൈസ് ടു എൻ ഇൻറ്റു 1 മൈനസ് എക്സ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? എക്സ് റൈസ് ടു എൻ കൊണ്ട് ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്ത് കിട്ടുന്നത് ഇൻ്റഗ്രൽ 0 to 1 ഈ 1 ഇൻറ്റു എക്സ് റൈസ് ടു എൻ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ തന്നെയാണ്. എക്സും എക്സ് റൈസ് ടു എന്നും കൂടെ ചേരുമ്പോൾ എക്സ് റൈസ് ടു എന്നും എക്സും കൂടെ ചേരുമ്പോൾ അത് എക്സ് റൈസ് ടു 1 ആണ്. അപ്പോൾ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 അറിയാമല്ലോ, ലോസ് ഓഫ് എക്സ്പോണൻസിൽ വരുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 എന്ന് കിട്ടും ഇൻറ്റു ഡി എക്സ്. ഇനി ഇത് ഇക്വേഷൻ 2 ഒന്നും അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതുമായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? ഇതിനെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ I ഈക്വൽ ടു 0 to 1 ഇൻ്റഗ്രൽ 0 to 1 അതിനെ ഇൻ്റഗ്രേഷൻ ചെയ്തങ്ങ് എഴുതാം. എക്സ് റൈസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ ഡയറക്റ്റ് റിസൾട്ടാണ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 എന്നുള്ളത്. മൈനസ് അടുത്ത് എക്സ് റൈസ് ടു എൻ പ്ലസ് 1. അപ്പോൾ അവിടെയും എക്സ് റൈസ് ടു എൻ പ്ലസ് 1 എന്ന് എഴുതിയിട്ട് ഒരു 1 കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഇവിടെയും എൻ പ്ലസ് 1 പ്ലസ് 1 അറിയാമല്ലോ. പിന്നെ ഇതിൽ ലിമിറ്റും കൂടെ കൊടുക്കണം, 0 to 1 എന്നുള്ള ലിമിറ്റ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 അതിൽ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. മൈനസ് ഇതാണെങ്കിലോ എക്സ് റൈസ് ടു എൻ പ്ലസ് 2 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2 എന്നും കിട്ടും. ഇതിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് എക്സിന് പകരം 1 കൊടുക്കണം. അപ്പോൾ 1 റൈസ് ടു എൻ നമ്പർ 1 തന്നെയാണ്, ഇവിടെയും 1 റൈസ് ടു എൻ നമ്പർ 1 തന്നെയാണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 1 ഡിനോമിനേറ്ററിൽ എൻ പ്ലസ് 1 എന്നിനല്ല കൊടുക്കുന്നത് എക്സിനാണ്. മൈനസ് അത് കണക്ക് ഇവിടെയും 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2. ഓക്കെ, ഇനി ഇതിപ്പോൾ അപ്പർ ലിമിറ്റായി. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഇവിടെയും 0 ഇവിടെയും 0 അല്ലേ? അപ്പം മുഴുവൻ 0 ആവില്ലേ? 0 മൈനസ് 0, ആ 0 പിന്നെ ഇനി അത് എഴുതണ്ട. ഇനി ഇതിനകത്ത് വരുന്നതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ LCM എടുത്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്ററിൽ എഴുതണം. എൻ പ്ലസ് 1 ഇൻറ്റു എൻ പ്ലസ് 2 എന്ന് ഡിനോമിനേറ്ററിൽ എഴുതി. ഇതിനെ ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന രീതി ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആദ്യം എൻ പ്ലസ് 2 എഴുതും അല്ലേ? പിന്നെ ഈ മൈനസും ഇതും കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൈനസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് എൻ മൈനസ് 1 ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൈനസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് ഇത് എഴുതിയത്. അപ്പോൾ ഈ എന്നും മൈനസ് എന്നും ക്യാൻസൽ ചെയ്തു. 2 മൈനസ് 1 എത്രയാണ്? 1. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ഇൻറ്റു എൻ പ്ലസ് 2 ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ട് കിട്ടേണ്ട ആൻസർ. എൻ പ്ലസ് 1 ഇൻറ്റു എൻ പ്ലസ് 2. ഓക്കെ അല്ലേ? മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വേറെ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -π/2 to π/2 സൈൻ റൈസ് ടു 7x dx. അപ്പോൾ സൊല്യൂഷൻ എഴുതി I ഈക്വൽ ടു ആ ഇൻ്റഗ്രൽ എടുത്ത് എഴുതി. ഇവിടെ നമ്മളൊന്ന് നോക്കിയാൽ അറിയാം, ഇത് എയും ഇത് എയും. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ടാവും, -a to a അങ്ങനെയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വന്നാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഈ ഫംഗ്ഷൻ അത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കണം. അതായത് ഓഡ് ഫംഗ്ഷൻ ആണ് എങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആണ്, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, സബ്സ്റ്റിറ്റ്യൂഷന് വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്, എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്, ഈ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് കിട്ടുകയാണെങ്കിൽ അത്
ഓഡ് ഫംഗ്ഷനാണ്. പിന്നെ ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും, ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. അതെപ്പോഴാണ്? ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലുള്ള കണ്ടീഷൻ എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്യുമ്പോൾ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെ കിട്ടണം. അതാണ് ഈവൻ ഫംഗ്ഷൻ്റെ കേസ്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സൈൻ റൈസ് ടു 7x ആണ്. എന്ന് വെച്ചാൽ സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 7 എന്നാണ്. അപ്പോൾ ഇവിടെയും എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്ത് നോക്കുക. എക്സിൻ്റെ ഭാഗത്ത് മൈനസ് എക്സ് കൊടുക്കണം. അപ്പോൾ സൈൻ ഓഫ് മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു 7 എന്നാണല്ലോ. സൈൻ ഓഫ് മൈനസ് എക്സ് നമുക്കറിയാം എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു 7. ഈ നെഗറ്റീവ് റൈസ് ടു ഒരു ഓഡ് നമ്പർ വന്നാൽ അതിന് നെഗറ്റീവ് തന്നെ എഴുതണം. അപ്പം മൈനസ് തന്നെ എഴുതണം. പിന്നെ സൈൻ റൈസ് ടു 7 അല്ലേ, സൈൻ റൈസ് ടു 7x. നെഗറ്റീവ് റൈസ് ടു ഒരു ഈവൻ നമ്പർ വന്നാലോ അത് പോസിറ്റീവ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ കിട്ടിയത് മൈനസ് സൈൻ റൈസ് ടു 7 എന്നാണ്. സൈൻ റൈസ് ടു 7x എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടി. ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ധൈര്യമായിട്ട് 0 എന്ന് എഴുതാം. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വന്നാൽ അത് ഓടാണോ ഈവനാണോ എന്ന് നോക്കണം. ഓടാണെങ്കിൽ വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, 0 എന്ന് ആൻസർ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആണ്. റിസൾട്ട് അല്ല, അതിൻ്റെ വാല്യൂ 0 ആണ്. പിന്നെ ഇത് 1 മാർക്കിനെ ചോദിക്കാറുള്ളൂ കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ π/6 to π/3 1/1 + റൂട്ട് ടാൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിനെയും നമ്മൾ നേരത്തെ എഴുതിയ കണക്ക് സൊല്യൂഷൻ എന്ന് എഴുതി ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എടുത്തെഴുതണം. π/6 to π/3 1/1 + റൂട്ട് ടാൻ എക്സ് ഡി എക്സ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഓർമ്മയുണ്ടോ? റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് എന്ന് വന്നാൽ നമുക്കതിൽ ഈ π/2 - x അങ്ങനെ അപ്ലൈ ചെയ്ത് എഴുതാം. പക്ഷേ അതിൽ 0 to π ആയിരുന്നു. 0 to π അല്ല, 0 to π/2 ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ a to b ആ ഒരു രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. അതിനൊരു റിസൾട്ട് ഉണ്ട്, അത് നമുക്ക് പറയാം. ആദ്യം ഈ റൂട്ട് ടാൻ എക്സിനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എഴുതാം. റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ അങ്ങനെ വരത്തക്ക രീതിയിൽ ഇതിനെ എഴുതാൻ പറ്റും. നോക്കാം. π/6 to π/3 ഈ ആദ്യം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നില്ല, ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇതിനെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അതുകൊണ്ട് റൂട്ട് ടാൻ എക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് എന്ന് എഴുതാം. മനസ്സിലായോ? ടാൻ എക്സിൻ്റെത് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. ഇവിടെ വെച്ച് ഇനി LCM എടുക്കണം. ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്നതിൽ എഴുതാൻ പറ്റും. അതായത് π/6 to π/3 1 ഡിവൈഡഡ് ബൈ ഇതിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇതാണ് ആ മെയിൻ ഡിവിഷൻ. അപ്പോൾ ആ ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ എന്തായിട്ട് വരും? ന്യൂമറേറ്ററിൽ പോകും. അപ്പോൾ ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ π/6 to π/3 ഈ റൂട്ട് കോസ് എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ എഴുതാൻ പറ്റും. അപ്പോൾ റൂട്ട് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ അല്ലേ? എടാ, ഇതിനെയാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നത്. ഇക്വേഷൻ 1 ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വന്നാൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b തന്നെയാണ് എഫ് ഓഫ് a + b - x എന്നുള്ള ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. ആ പ്രോപ്പർട്ടിയിൽ a π/6 ആണ്, ഈ b π/3 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. π/6 to π/3 തന്നെയാണ്, ആ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. റൂട്ടിനകത്ത് ഈ എക്സിന് പകരം റൂട്ടിനകത്ത് കോസ് ഓഫ് എക്സിന് പകരം π/6 + π/3 - x എന്നെഴുതാം. ഡിനോമിനേറ്ററിലും അതേ കണക്ക് എഴുതാം. റൂട്ട് ഓഫ് കോസ് π/6 + π/3 - x പ്ലസ് റൂട്ട് ഓഫ് സൈൻ അവിടെയും π/6 + π/3 - x ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ π/6 + π/3 എത്രയാണ്? π/2 ആണ്. ഈ π/6 എന്ന് പറയുന്നത് 30 ഡിഗ്രി പ്ലസ് π/3 എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഈ 30യും 60യും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 90 ഡിഗ്രി. ആ 90 ആണ് ഞാൻ ഈ പറഞ്ഞ π/2. അപ്പോൾ സത്യത്തിൽ ഇത് ഇത്രയും π/2 ആണെങ്കിൽ π/2 - x, ഇവിടെയും π/2 - x, ഇതും π/2 - x. നേരത്തെ അതേ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ഐ ഈക്വൽ ടു ഇൻ്റഗ്രൽ
π/6 to π/3 ഇവിടെ √ cos π/2 - x ആണ് കിടക്കുന്നത്. അപ്പോൾ അതിന് പകരം sin x എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ അതുപോലെ തന്നെയാണ്. റൂട്ടിനകത്ത് ഇത് രണ്ടും കൂടെ π/2. അപ്പോൾ π/2 - x എന്ന് പറയുന്ന cos π/2 - x sin x ആണ്. നെക്സ്റ്റ് ടേമും sin π/2 - x ആണ്. അത് cos x ആണ് ഇൻറ്റു dx. അത് ആവശ്യമാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കാം π/6 + π/3 ചെയ്യുമ്പോൾ π/2 ആണ് കിട്ടുന്നത് കേട്ടോ. അതാണ് ഇതുപോലെ എഴുതിയത്. യെസ്. ഇനി ഈ കിട്ടിയ ഇക്വേഷൻ നമ്മൾ സാധാരണ എഴുതാറുള്ളത് പോലെ, നേരത്തെയൊക്കെ കൊടുക്കാറുള്ളത് പോലെ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കണം. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഇക്വേഷൻ 1ലും 2ലും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അതേ ഡിനോമിനേറ്റർ എഴുതിയിട്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തങ്ങ് എഴുതിയാൽ മതി. അങ്ങനെ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പതിവ് പോലെ തന്നെ 2i = ഇൻ്റഗ്രൽ π/6 to π/3. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് ന്യൂമറേറ്റർ ആക്കിയത്, അതായത് √cos x + √sin x തന്നെയാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ സെയിം ഡിനോമിനേറ്റർ ആയതുകൊണ്ട് അത് തന്നെ എഴുതിയാൽ മതി. ഏതാണ്? ഇതിനാണ് √sin x + √cos x. അത് തന്നെയാണ് √cos x + √sin x. രണ്ടും സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് പോയി. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ 1 ആണ്. അപ്പോൾ 2i = ഇൻ്റഗ്രൽ π/6 to π/3 1 dx. ബാക്കി അറിയാമല്ലോ. ഇതിൽ 2i = x എന്ന് കിട്ടും. π/6 to π/3 ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ ഇനി = ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ π/3 ആണ്. π/3 - π/6 തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? π/3 എന്ന് കിട്ടും. π/6 എന്ന് കിട്ടും. അപ്പോൾ 2i = π/6 എന്നാണ് കിട്ടുന്നത്. π/6. അപ്പോൾ 2i = π/6 ആണ് എങ്കിൽ ഇംപ്ലൈസ് i = എന്തായിരിക്കും? i = ഈ 2 കൂടെ റൈറ്റ് സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ π/12 എന്നാണ് ആൻസർ കിട്ടുക. ഇതാണ് ഫൈനൽ ആൻസർ. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ π/12 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. ആദ്യം tan x ചേഞ്ച് ചെയ്ത് എഴുതിയതിന് ശേഷം അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് LCM ഒക്കെ എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയപ്പോൾ കിട്ടിയ ഇൻ്റഗ്രലിനെയാണ് 1 എന്ന് കൊടുത്തത്. അതിൽ ഇൻ്റഗ്രൽ a to b f(x) dx = a to b f(a + b - x) dx. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോൾ ഈ π/6ഉം π/3ഉം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് π/2 ആണ്. അപ്പോൾ π/2 - x എന്നുള്ള മോഡലായി. അത് നേരത്തെ അപ്ലൈ ചെയ്ത് അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടി. ഇപ്പോൾ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററുകൾ സെയിം ആണ്. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുന്നു, ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എഴുതുന്നു. തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് നേരത്തെ ചെയ്തത് അതേപോലെ തന്നെയാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടുതലും നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 4 mod x - 1 dx ആണ്. ഈ മോഡുലസ് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഓർക്കുക, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും എഴുതേണ്ടത്. സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെൽ 0 to 4 എന്നുള്ള ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം. അങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ട്. അതിങ്ങനെയാണ്. ഇൻ്റഗ്രൽ a to b f(x) dx ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇൻ്റഗ്രലിനെ ആ ഇൻ്റർവെൽസിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ, ഇപ്പോൾ ഇത് എയും ഇത് ബിയും, ഇതിനിടയ്ക്കുള്ള ഒരു നമ്പറാണ് സി എന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ a to c f(x) dx, അതിൽ വേറെ വാല്യൂ ഒന്നും മാറ്റം വരുന്നില്ല, പ്ലസ് ഇൻ്റഗ്രൽ c to b f(x) dx എന്ന് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി, ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി. ഇതിനകത്ത് മോഡുലസ് ഫംഗ്ഷനാണ്. അപ്പം മോഡുലസിൻ്റെ ഡെഫിനിഷൻ കൂടെ നമുക്ക് വേണം. മോഡുലസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? മോഡ് എക്സ് എന്ന് പറയുന്ന ഡിഫൈൻ ചെയ്യുന്നത് എക്സ്, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 -x, ഇഫ് എക്സ് ലെസ് ദാൻ 0. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഏതാണ്? മോഡ് x - 1 ആണ്. അപ്പോൾ അതിനെ ഇങ്ങനെ എഴുതാം, x - 1 ഇഫ് x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇംപ്ലൈസ് നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം, എക്സ് എങ്ങനെ ആയിരിക്കണം എന്നും കൂടെ എഴുതാം, x - 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതണമെങ്കിൽ -1ൻ്റെ റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, 1ഓ അതിൽ കൂടുതലോ ആണ് എങ്കിൽ x - 1 എന്നുള്ള ഫംഗ്ഷൻ എടുക്കണം. പക്ഷേ ഇവിടെ എഴുതിയതുപോലെ -(x - 1) വരും. അതെപ്പോഴാണ്? ഇഫ് x - 1 ലെസ് ദാൻ 0 ആയിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ x ലെസ് ദാൻ 1 ആയിരിക്കുമ്പോൾ. 1നേക്കാൾ ചെറുത് എടുക്കുകയാണെങ്കിൽ -(x - 1) എന്നുള്ള ആ ഒരു ഫംഗ്ഷനാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പതിവ് പോലെ i = ഇത് എഴുതി, എന്നിട്ട് ഇതിനെ ഈക്വൽ ടു ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്ക് 0 to 4 ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എവിടെ വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? 1ൽ വെച്ചല്ലേ അത് സ്പ്ലിറ്റ് ആവുന്നത്, അല്ലേ? 1നേക്കാൾ വലുത് 1നേക്കാൾ ചെറുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1ൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 0 to 1 എന്നും അടുത്ത് ഇൻ്റഗ്രൽ 1 to 4 എന്നും എടുക്കണം.
അപ്പോൾ ഇതിനകത്ത് ഏത് ഫംഗ്ഷൻ എടുക്കും, ഈ ഇൻ്റഗ്രലിനകത്ത് ഏത് ഫംഗ്ഷൻ എടുക്കും? ഇത് പ്ലസ് ആണ്. ആദ്യം 0 to 1 എന്ന് പറയുമ്പോൾ ഒന്നിനേക്കാൾ ചെറുത് അല്ലേ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ലെസ് ദാൻ 1 നേരെ കിടക്കുന്ന ഏതാണ്? മൈനസ് ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു ഡി എക്സ്. അപ്പോൾ അതൊരു ഇൻ്റഗ്രലായി. അടുത്ത് 1 to 4 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ അതിൻ്റെ നേരെയുള്ള ഫംഗ്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്, എക്സ് മൈനസ് 1 ഡി എക്സ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകിൽ ഈ നെഗറ്റീവ് കോമണിങ് എടുത്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നെഗറ്റീവ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആവും. അപ്പോൾ 1, പിന്നെ ഇത് മൈനസ് എക്സ് എന്നും കൂടെ എഴുതാം, ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 to 4 എക്സ് മൈനസ് 1 ഡി എക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ഇൻ്റഗ്രേഷൻ റിസൾട്ടുകൾ കൊടുക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക, കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ടുകൾ കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് ആണ്, മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, ഇതിനകത്ത് 0 to 1 എന്നുള്ള ആ ലിമിറ്റ് കൊടുക്കുക, പ്ലസ് അടുത്ത് ഇവിടെയും എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇവിടെ എക്സ് ആണ് വരുന്നത്, 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ആണ്, പിന്നെ 1 to 4. ഇവിടെ രണ്ടിടത്തും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമുക്ക് കൊടുക്കാം. ആദ്യം 1 ഇവിടെ എല്ലായിടത്തും കൊടുക്കാം, അങ്ങനെ 1 മൈനസ് 1/2 എന്ന് കിട്ടും, അത് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് ഇവിടെ 0 ആണ് കൊടുക്കുന്നത്, അപ്പോൾ 0 മൈനസ് 0 അത് എഴുതേണ്ട കാര്യമില്ല അല്ലേ? 0 മൈനസ് 0 0 തന്നെയാണ്. ഈ ഇൻ്റഗ്രലിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു, പ്ലസ് അടുത്ത് ഈ ഇൻ്റഗ്രലിനകത്ത് ആദ്യം 4 ആണ് ഇവിടെ രണ്ടിടത്തും കൊടുക്കേണ്ടത്. 4ൻ്റെ സ്ക്വയർ 16/2 മൈനസ് 4 അല്ലേ? അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 1/2 മൈനസ് 1. ഓക്കെ, മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് കൂടെ ഇടണം, കാരണം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ഇത് 1/2 മൈനസ് 1. ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ്. സിംപ്ലിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ 8 ആണ് കിട്ടുന്നത് കട്ട് ചെയ്തിട്ടല്ലേ? അപ്പോൾ ഈ 1 മൈനസ് 1/2 അതുപോലെ എഴുതി, പിന്നെ ഒരു പ്ലസ് 8ഉം മൈനസ് 4ഉം, പ്ലസ് 8 മൈനസ് 4 എന്ന് പറയുന്നത് പ്ലസ് 4 എന്ന് അങ്ങ് എഴുതിയാൽ മതിയല്ലോ. ഇത് 8 മൈനസ് 4, പിന്നെ ഒരു മൈനസ് 1/2 ഉണ്ട്, പിന്നെ മൈനസ് കൂടെ പ്ലസ് 1 ഉണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം മൈനസ് 1/2 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. 1 + 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഈക്വൽ ടു 1ഉം 1ഉം കൂടെ 2 പ്ലസ് പിന്നെ ഒരു 4ഉം അവിടെ ഉണ്ടല്ലോ, അത് രണ്ടും എഴുതി. എന്നിട്ട് മൈനസ് 1/2 എന്ന് പറയുന്നത് മൈനസ് 1 ആണ്, കാരണം 1/2 കൂടെ 1 ആണ്, അപ്പോൾ മൈനസ് 1. ഇത് 2 + 4 6 മൈനസ് 1 എന്ന് പറയുന്നത് 5 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ആൻസർ 5 ആണ് കേട്ടോ. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ അല്ലേ? ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ ചില പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റു ചില ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, പിന്നെ മാക്സിമം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു, വീണ്ടും കാണാം.